അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മിലേക്ക് ബലിപെരുന്നാൾ കടന്നു വരികയാണ്. ഏറ്റവും ശക്തിയായ സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് ബലിപെരുന്നാൾ നിസ്കാരവും അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരവും. അതിലേറ്റവും ശക്തിയായ സുന്നത്തുള്ള നിസ്കാരമാണ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ബലിപെരുന്നാളിന് നാം എപ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത്? നിസ്കാരങ്ങൾക്ക് ശേഷമാണോ അതല്ല അതിനു മുമ്പ് തന്നെ തുടങ്ങേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. പൂർണ്ണമായും നിങ്ങൾ കാണുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ച് ആദ്യം പറയാം. ബലിപെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നിയ്യത്ത് വെക്കേണ്ടത് ഉസ്വല്ലി സുന്നത്ത ഈദുൽ അദ്ഹ റക്അത്തൈനി മുതവജ്ജിഅൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ നിയ്യത്ത് ഒന്നുകൂടെ നമുക്ക് വെച്ച് നോക്കാം. ഉസ്വല്ലി സുന്നത്ത ഈദുൽ അദ്ഹ റക്അത്തൈനി മുതവജ്ജിഅൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇനി നിങ്ങൾ ഇമാമിനോട് കൂടെ തുടർന്ന് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിയ്യത്ത് വെക്കുമ്പോൾ അതിൽ മഅൽ ഇമാമി എന്നുകൂടെ കൂട്ടണം. ഉസ്വല്ലി സുന്നത്ത ഈദുൽ അദ്ഹ റക്അത്തൈനി മുതവജ്ജിഅൻ ഇലൽ ഖിബ്ലത്തി മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. നിയ്യത്ത് വെച്ച ഉടനെ തന്നെ നാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു. ആദ്യത്തെ തക്ബീറിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുക. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ തന്നെ നാം വജ്ജഹത്തു ഓതണം. വജ്ജഹത്തു ഓതി കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ ചൊല്ലണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ നമസ്കാരത്തിന് തക്ബീർ കെട്ടുന്നത് പോലെ തന്നെ തക്ബീർ കെട്ടണം. 7 തവണയാണ് ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ കെട്ടേണ്ടത്. ആ തക്ബീറുകൾക്കിടയിലൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ ദിക്ർ ഒന്നുകൂടെ നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഓരോ തക്ബീറുകൾക്കിടയിലും ഓരോ തവണയാണ് ചൊല്ലേണ്ടത്. അങ്ങനെ 7ാമത്തെ തക്ബീർ ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ഈ ദിക്ർ നാം ചൊല്ലേണ്ടതില്ല. പിന്നെ നേരെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. ഇമാമിനോട് കൂടെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. ഇമാം ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ സൂറത്ത് ഓതും. തുടർന്ന് റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ് ഒക്കെ കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ സുജൂദിൽ നിന്ന് ഉയരുമ്പോഴുള്ള അല്ലാഹു അക്ബർ ഉണ്ട്. ആ അല്ലാഹു അക്ബർ കൂടാതെ 5 തക്ബീറുകൾ പറയണം. ഒന്നാമത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ തന്നെ 5 തക്ബീറുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 5 തക്ബീറുകൾ നാം ചൊല്ലണം. ആ തക്ബീറുകൾക്കിടയിലും ഈ ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലണം. ഇങ്ങനെ ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം 5ാമത്തെ തവണ തക്ബീർ കെട്ടിയതിനു ശേഷം പിന്നെ ദിക്ർ ചൊല്ലേണ്ടതില്ല. പിന്നെ ഫാത്തിഹ, സൂറത്ത്. 2ാമത്തെ റക്അത്തിലെ സൂറത്ത് അൽഹതാക്കയാണ് ഓതുന്നത്. ഇങ്ങനെ കഴിഞ്ഞ് സലാം വീട്ടി, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഖത്തീബ് 2 ഖുതുബ നിർവഹിക്കും. സാധാരണ വീട്ടിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ഖുതുബ ഓതേണ്ടതില്ല, സ്ത്രീകളും ഖുതുബ ഓതേണ്ടതില്ല. അപ്പോൾ ഈ കാര്യം ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം. ഇത് ശക്തിയായ സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നാം ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. ഇനി എപ്പോഴാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത്? ബലിപെരുന്നാളിന്റെ തക്ബീർ ആയതുകൊണ്ട് തന്നെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നാം തക്ബീർ ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞ് നാം സലാം വീട്ടിയ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട്
സലാം വീട്ടിയ ഉടനെയാണ് തക്ബീർ ചൊല്ലേണ്ടത് എന്ന് പണ്ഡിതന്മാർ കിതാബുകളിൽ വിശദീകരിച്ചത് കാണാം. അപ്പോൾ അത് എല്ലാ നിസ്കാരത്തിനും, ഫർള് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും ഇനി മയ്യത്ത് നിസ്കാരത്തിൽ വരെ തക്ബീർ ചൊല്ലണം. എപ്പോഴാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്? അറഫായുടെ ദിവസം സുബിഹി മുതൽ, അറഫ ദിവസം ദുൽഹിജ്ജ 9-നാണല്ലോ നമുക്ക് അറഫ ദിവസം. ആ ദുൽഹിജ്ജ 9-ന് സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ അയ്യാമു തശ്രീക്കിന്റെ അവസാനത്തെ ദിവസത്തെ അസർ വരെ നമ്മൾ തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒന്നുകൂടെ ചൊല്ലി നോക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറാണ് നാം ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന്റെ രൂപവും തക്ബീർ ചൊല്ലേണ്ടതും എങ്ങനെയാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ രൂപത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. പെരുന്നാൾ സുന്നത്ത് നിസ്കാരം എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന, ഒരു വർഷത്തിൽ നമുക്ക് 2 തവണ മാത്രം ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ചെറിയ പെരുന്നാൾ നിസ്കാരവും വലിയ പെരുന്നാൾ നിസ്കാരവും. ഇനി വലിയ പെരുന്നാളിന്റെ നിയ്യത്ത് പറഞ്ഞ സ്ഥലത്ത് അറബിയിൽ മാത്രമാണ് ഞാൻ നിയ്യത്ത് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് മലയാളത്തിലും നിയ്യത്ത് വെക്കാം. ബലിപെരുന്നാൾ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമിനോട് കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ബലിപെരുന്നാൾ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അദാ ആയി ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പെരുന്നാളിന്റെ രാത്രി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന രാവുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.